നെഞ്ചിൻ്റെ ഭാഗത്തുള്ള അസ്ഥികൾ, വാരിയെല്ലുകൾ, അതിനെയൊക്കെ നന്നായിട്ട് ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കൂടും. പ്രാണശക്തി വർദ്ധിപ്പിക്കണം. വീണ്ടും ജോഗ് ചെയ്യാം. നല്ല ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ജോഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കാലിങ്ങനെ ക്രോസ് ചെയ്യുക, കൈകൾ അരക്കെട്ടി സപ്പോർട്ട് കൊടുത്തിട്ട്. ഇതൊക്കെ ആ കാലിൻ്റെ ബലത്തിന് നല്ലതാണ്. നന്നായി ചെയ്യാം. മുതുകല്ല് തമ്മിൽ ചലിക്കുന്ന രീതിയിൽ നന്നായിട്ട് ജോഗ് ചെയ്യുക. ആ ഷോൾഡർ ബ്ലേഡ്, നമ്മുടെ മുതുകിലെ 2 അസ്ഥികൾ നന്നായിട്ട് ചലിക്കണം. അതിനുവേണ്ടി ചെയ്യാം. ഓക്കെ. ആ ജോഗിങ്ങിൽ മാറ്റം വരുത്താൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നോൺ സ്റ്റോപ്പായിട്ട് അരമണിക്കൂറെങ്കിലും ചെയ്യണം. നിർത്തരുത്. നിർത്താതെ അരമണിക്കൂർ ചെയ്താലേ നമ്മുടെ ശരീരം അറിയുള്ളൂ. ശരീരത്തിലെ മസിൽസൊക്കെ എല്ലാ ജോയിൻസും ചലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജോയിൻസിനെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ അല്ലേ? ചെയ്തുകൊണ്ടേയിരിക്കും. എന്നോടൊപ്പം ചെയ്യുക. വീണ്ടും ജോഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം. കാല് ഇങ്ങനെ വയ്ക്കുന്ന പറയുമ്പോൾ കൈകളെ ഇങ്ങനെ പുറകോട്ട് വലിക്കുക. കണ്ടോ? ഇങ്ങനെ ചെയ്യാം. കാല് ക്രോസ് ചെയ്യുക, കൈ പുറകോട്ട് വലിക്കുക.